എല്ലാവർക്കും AKR ബ്ലോഗ്സിൽ സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് ഞണ്ട് പിരളൻ എന്താണ് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. കുക്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറഞ്ഞ ഞണ്ട് പിരളൻ എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാമാണ്. ഞണ്ട് പിരളൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞാല് അത് ഞാൻ എൻ്റെ അമ്മയുടെ വായിൽ നിന്നാണ് ഈ ഞണ്ട് പിരളൻ എന്നുള്ള പേര് കേൾക്കുന്നത്. അപ്പം കേട്ട് കഴിഞ്ഞപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞണ്ട് പിരളൻ എന്ന് വെച്ചാൽ ഞണ്ട് റോസ്റ്റ്, ഞണ്ട് ഫ്രൈ, ഇങ്ങനെ പല പല പേരിൽ അത് അറിയപ്പെടും ഞണ്ട് പിരളൻ. പണ്ടുള്ള ചിലവർക്ക് അറിയില്ല, ചിലവർക്ക് അറിയാം അതിന്റെ പേര്. ഓക്കെ, നമുക്കത് വിട്ട് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് ഞണ്ട് എടുത്തിട്ടുണ്ട്. ഞണ്ടെല്ലാം വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പം അത് കൂടാതെ വെച്ച് കഴിഞ്ഞാൽ 3 സവാളയുണ്ട്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ അതിൻ്റെ മസാല ഐറ്റംസ്, തക്കാളി എടുത്തിട്ടുണ്ട്, എണ്ണ. നിങ്ങൾ കാരണം മസാല ഐറ്റംസ് നമുക്ക് ഇടയ്ക്ക് പറയാം, എന്തൊക്കെ അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം പറയുന്നത് നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. അതിനോട് ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊന്നൊരു ഇത് നമ്മുടെ ഗ്യാസ് കുറച്ച് വെക്കാം. പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഇത് പാനും ചൂടായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ പാനിൽ ചൂടായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 4 സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്ത് ചേർക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ സമയം ബാലൻസ് എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ നമ്മുടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടി വരട്ടെ. ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ സ്വല്പം ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. പൊട്ടി വരുന്നത് നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി ഇഞ്ചി ആകത്തേക്ക് രണ്ടാമത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം മുറിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ 3 സവാള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സവാള ഇതിനകത്തോട് ചേർത്ത് കൊടുത്ത് സ്വല്പം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് അതിനകത്തോട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള എന്ന് വരണ്ട് വരുന്നത് ഉപ്പ് ചേർക്കുന്നതല്ല, പെട്ടെന്ന് വരണ്ട് വരും. സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിന് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 3 പച്ചമുളകാണ്, ചെറിയ പച്ചമുളക്. അപ്പം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സവാള ഇത് വരണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് വരണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തൊരു ഐറ്റം ചേർക്കാറുണ്ട്. കാരണം വെച്ചാൽ കുരുമുളക് പൊടിയല്ല ഞാൻ എടുത്തത്, കുരുമുളക് എടുത്തിട്ട് ചതച്ചെടുത്തേക്കാണ്. അത് ചേർന്ന് നല്ല ടേസ്റ്റാണ്. കാരണം മറ്റേ ഈ കുരുമുളകിൻ്റെ ആ കടിക്കുമ്പോൾ നല്ല ഇതായിട്ട് ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇത് ബ്രൗൺ ഷേപ്പായിട്ട് മാത്രമേ ബാക്കി മസാലയിൽ ചേർക്കുന്നുള്ളൂ. ഇത് ഓക്കെ, നമ്മുടെ സവാള ഒരുവിധമായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. മസാല കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാല എന്ന് പറയുന്നത് ഞാൻ അടുത്ത ഫസ്റ്റ് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഞാൻ 1/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി എന്ന് പറയുന്നത് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവും കാര്യങ്ങളും ചേർത്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്,
അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കാം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പെരുംജീരകത്തിൻ്റെ ഒരു 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് പച്ചപ്പ് രീതി വരുന്ന രീതി ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് അടുത്ത 2 ഐറ്റം ചേർക്കാനുള്ള ഞാൻ പറഞ്ഞായിരുന്നു. തക്കാളി വെച്ചിട്ടുണ്ട്, നല്ല 2 പഴുത്ത തക്കാളി ഉണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ കറിവേപ്പിലയുടെ കാര്യം. കറിവേപ്പില ഞാൻ ആദ്യം കുറച്ച് ചേർത്തായിരുന്നു, ലാസ്റ്റ് ഇടയ്ക്ക് ആകുമ്പം ചേർക്കണം. കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഫസ്റ്റും നമ്മൾ ഈ ഇടയ്ക്കൊരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പിലയുടെ നല്ല മണവും കാര്യമൊക്കെ വരും. പിന്നെ അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചപ്പ് മാറി വരണം. മസാലയൊക്കെ നല്ല രീതിയിൽ വെന്ത് നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പച്ചപ്പൊക്കെ മാറി നല്ല മണം വന്നിട്ട് നമുക്ക് അതിന് അടുത്ത് ലാസ്റ്റ് ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ടൊമാറ്റോ ഇതിനകത്ത് ലാസ്റ്റാണ് ചേർക്കേണ്ടത്. ടൊമാറ്റോ ഇതിനകത്ത് ചേർക്കുക. അതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. ടൊമാറ്റോ ഒന്ന് ഇതിനകത്തൊന്ന് അലിഞ്ഞ് നല്ല രീതിയിൽ വരണം. ഇതിന് ഇളക്കി കൊടുക്കേണ്ട കുറച്ച് എല്ലായിട്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ തക്കാളി ഇതിനകത്ത് ഒരുവിധം ചേർന്ന് ക്ലിയർ ആയിട്ടുണ്ട്. കാരണം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ മുകളിലുള്ളൊരു തക്കാളി കറക്റ്റായിട്ട് വരുന്ന പറയുകയാണെങ്കിൽ മുകളിലത്തെ ആ കോട്ടിങ് ഇറങ്ങി പോകുന്ന കാണാൻ പറ്റും. ഇതൊരു ആയി വരുന്നുണ്ട്. നമുക്ക് തക്കാളി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്ത് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചേർത്തോളം ടോട്ടൽ ഇപ്പോൾ 5 സ്പൂണായി. ആദ്യം 4 ചേർത്ത് പിന്നീട് വരണം. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് സ്വല്പം ഉപ്പ് ഞാൻ ആദ്യം ചേർത്ത് തക്കാളി വരണ്ടാൻ വേണ്ടി, സവാള വരണ്ടി വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ നോക്കി, ഉപ്പ് കുറവാണ്, പക്ഷെ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് ടേസ്റ്റ് ഉപ്പ് നോക്കാനുണ്ട്. എല്ലാം കൂടെ നല്ല കുഴഞ്ഞ് പരുവായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റോടെ കഴിഞ്ഞ് ചേർത്ത് കൊടുക്കും. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് വരണ്ട് വെക്കണം. ഇതെല്ലാം കുഴഞ്ഞ് വന്നു. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ച്, ഇതിനകത്ത് തക്കാളിക്ക് ചേർത്തായിട്ട് നമുക്ക് അറിയുന്നില്ല. ആ രീതിയിൽ വേണം ഇത് കുഴഞ്ഞ് ക്ലിയർ ആയിട്ട് വന്നതിന് ശേഷം വേണം ലാസ്റ്റ് നമ്മുടെ ഞണ്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഞണ്ട് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഞാൻ വേറെ വെള്ളവും ചേർക്കണമെന്ന് ആദ്യം പറഞ്ഞായിരുന്നു. എല്ലാവരും മിക്സായിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുവിധം പേരണ്ടെല്ലാം ആയിട്ടുണ്ട്. എല്ലാം ചെയ്യാൻ ഞണ്ടും കാര്യങ്ങളെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നിന്നിട്ട് അടച്ചു വെക്കണം. പിന്നെ ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു മൂടിയുണ്ട്, അതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം. ഫ്ലെയിം ഞാൻ കുറച്ചാണ് വെച്ചേക്കുന്നത്. നമുക്ക് കുറച്ചൊരു വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് ടൈമായി നമ്മൾ വെക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പം ഒരുവിധം ആയിട്ടുണ്ട്. നോക്കാം. നല്ല സ്മെല്ലും എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റണം. മാറ്റാം. കണ്ടില്ല, ഇതിനകത്ത് ഒരു തുള്ളി വെള്ളവും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ലാസ്റ്റ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ടോട്ടൽ 5 സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം.
അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഞണ്ട് പിരള് റെഡി ആയിട്ടുണ്ട്. സംഭവം എല്ലാം കണ്ടില്ലേ? ഇതിനകത്തൊരു തുള്ളി വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്തില്ല. എല്ലാം പ്യുവർ ആയിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനത് ജസ്റ്റ് ഫോർക്ക് എടുത്തിട്ടുള്ള സാധനം കുത്തി റെഡിയാക്കാൻ വേണ്ടി. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടൊന്നുമില്ല. എപ്പോഴും നമ്മൾ ടേസ്റ്റ് നോക്കുന്നതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ടേസ്റ്റ് നോക്കണമെങ്കിൽ നോക്കാം, ടേസ്റ്റ് നോക്കിയേക്കാൻ കുഴപ്പമില്ല. അത് മസാലയുടെ മാത്രമേ ടേസ്റ്റ് നോക്കുന്നുള്ളൂ. മസാല ഈ വെള്ളം ചേർക്കാത്ത കാര്യങ്ങളെല്ലാം കൊണ്ട് നല്ല ടേസ്റ്റ്. കാരണം ഈ വെളിച്ചെണ്ണയ്ക്കകത്തല്ലേ ഫുള്ളായിട്ടായിരുന്നേ, നല്ല അടിപൊളി ടേസ്റ്റ്. ഇന്നെന്ന് പറഞ്ഞ കാരണം ഉദ്ദേശം ഞാൻ പറഞ്ഞില്ല, വെറുതെ കാര്യം പറഞ്ഞില്ല. എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാര്യം എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷെ വേറൊരു മെത്തേഡിലാണ് ചെയ്തത്. അപ്പോൾ ആ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, എങ്ങനെയുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എന്തെങ്കിലും ഇതിനകത്ത് മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ബൈ.